ഒരിക്കലും ഒരു വ്യക്തിക്ക് രണ്ട് യജമാനന്മാരെ ഒരു സമയത്ത് സേവിക്കുവാൻ സാധ്യമല്ല. രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടുവാൻ ആർക്കും സാധ്യമല്ലാത്തതുപോലെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ ആ വ്യക്തി ആരായിരുന്നാലും തൻ്റെ ജീവിതത്തിൽ ലോകത്തിൻ്റെ മോഹങ്ങളെയും കൂടെ ചേർത്ത് പിടിച്ചാൽ ആ വ്യക്തിയുടെ ദൈവസ്നേഹം വാക്കുകളിൽ മാത്രം ആയിരിക്കും. 1 യോഹന്നാൻ 2-ാം അധ്യായം 15 മുതൽ ഉള്ള വാക്യങ്ങൾ, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹം ഇല്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കുന്നു. നമ്മുടെ ഹൃദയത്തെ വല്ലാതെ കുത്തുന്ന, വേദനിപ്പിക്കുന്ന, ഗൗരവമുള്ള ഒരു മുന്നറിയിപ്പാണ് ഇന്നത്തെ വചനത്തിൽ നാം കാണുന്നത്. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഈ വചനം വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ നാം തെറ്റിദ്ധരിക്കപ്പെടരുത്. ദൈവം ലോകത്തെ സൃഷ്ടിച്ചല്ലോ, പിന്നെ ദൈവം സൃഷ്ടിച്ച ലോകത്തെ സ്നേഹിക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ലോകം എന്ന് പറയുന്നത് ഈ ഭൂമിയെയോ ഇതിലുള്ള മനുഷ്യരെയോ സ്നേഹിക്കരുത് എന്നല്ല. ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്ന ഒരു വ്യവസ്ഥിതി, ഒരു സംസ്കാരം, അതാണ് ലോകം എന്ന പദം കൊണ്ട് ബൈബിൾ അർത്ഥമാക്കുന്നത്. ദൈവത്തെ മറന്ന് സ്വാർത്ഥതയും മോഹവും പാപവും അഹങ്കാരവും നിറഞ്ഞ ജീവിത രീതിക്കാണ് ദൈവത്തിൻ്റെ തിരുവെഴുത്തിൽ ലോകം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ലോകത്തോട് അനുരൂപപ്പെടരുത്, ലോകത്തെ സ്നേഹിക്കരുത്, ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നാം ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ ദൈവത്തിൻ്റെ സ്നേഹം ഇല്ല എന്ന് പറയുമ്പോൾ ഇത് ഗൗരവമുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. ലോകത്തിൻ്റെ 3 മുഖങ്ങൾ, 3 സ്വഭാവങ്ങൾ ഇവിടെ തുറന്നു കാട്ടുകയാണ്. ഒന്ന്, ജഡമോഹം, ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ, ഇഷ്ടങ്ങൾ. ഒരു മനുഷ്യൻ്റെ ആത്മാവിനെ നിയന്ത്രിക്കുന്ന അവസ്ഥ എത്ര അപകടകരമാണ്. ജഡമോഹം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ, ജഡത്തിൻ്റെ ആഗ്രഹങ്ങൾ നിവർത്തിക്കുന്ന ഒരു ജീവിതമാണ്. മനുഷ്യൻ പറയുന്നത്, എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കും, എൻ്റെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും പ്രധാനം. ഇതാണ് ജഡമോഹം. ജഡത്തിൻ്റെ ശബ്ദം അതാണ്. എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കും, എൻ്റെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും പ്രധാനം. എന്നാൽ ജഡമോഹം നമ്മെ നശിപ്പിക്കും. രോഗിയായ ഒരു മനുഷ്യനോട് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഇന്ന ഭക്ഷണം കഴിച്ചാൽ നിങ്ങളുടെ ആരോഗ്യത്തിന് അത് അപകടമാണ്. എന്നാൽ ആരോഗ്യമായ മനുഷ്യൻ പറയുകയാണ്, ഞാനത് കഴിക്കും, എനിക്ക് അതാണ് ഇഷ്ടം. അങ്ങനെ ആ വ്യക്തി തുടർന്നാൽ അവൻ തന്നെ അവൻ്റെ ശരീരത്തെ നശിപ്പിക്കുന്നു. ഇതുപോലെ തന്നെയാണ് ജഡമോഹം. നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുന്ന ഈ കാര്യങ്ങൾ വിട്ട് ഓടുവാനാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പ്രബോധിപ്പിക്കുന്നത്. കൺമോഹം എന്ന് പറയുന്നത് കാണുന്നതിനെല്ലാം സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്ന ജീവിതം ആണ് കൺമോഹം. മറ്റൊരാളുടെ സമ്പത്ത് കാണുമ്പോൾ അതുപോലെ എനിക്കുണ്ടാകണം, നമ്മെക്കാളും ഉയർന്ന പദവിയും സ്ഥാനവും മഹത്വമുള്ള ഒരാളെ കാണുമ്പോൾ എനിക്കും
അത് കിട്ടിയിരുന്നെങ്കിൽ, അങ്ങനെ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. നമ്മേക്കാൾ സൗന്ദര്യമുള്ള ഒരാളെ കാണുമ്പോൾ അങ്ങനെ സൗന്ദര്യമുള്ള ഒരു ശരീരം എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ. ഇതൊക്കെയാണ് കണ്ണിൻ്റെ മോഹം, കൺമോഹം. കാണുന്നതിനെയെല്ലാം സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്ന കണ്ണുകൾ. ഇതെല്ലാം ലോകത്തിൻ്റെ മോഹങ്ങളാണ്. കൺമോഹം അപകടകരമാണ്. അടുത്തത് ജീവനത്തിൻ്റെ പ്രതാപമാണ്. എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം, എല്ലാവരും എന്നെ പ്രശംസിക്കണം, എൻ്റെ പേര് എല്ലാവരുടെയും പേരിൻ്റെ മീതെ നിൽക്കണം. ഇതാണ് ജീവനത്തിൻ്റെ പ്രതാപം. ഇന്ന് സമൂഹം, ലോകമെന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? എങ്ങനെയും പ്രശസ്തനാകൂ, എങ്ങനെയും ഉയരങ്ങളിലെത്തൂ, എല്ലാവരും നിങ്ങളെ അറിയട്ടെ. പക്ഷെ ദൈവരാജ്യത്തിൻ്റെ പ്രമാണം ഇതിന് നേരെ ഘടകവിരുദ്ധമാണ്. ദൈവരാജ്യത്തിൽ വിനയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ലോകം മനുഷ്യന് വലിയ വലിയ വാഗ്ദാനങ്ങൾ നൽകുന്നു. ലോകം പറയുന്നു, നീ എന്നെ പിന്തുടർന്നാൽ നിനക്ക് സന്തോഷം ലഭിക്കും. പക്ഷേ അത് മരുഭൂമിയിലെ മരീചിക പോലെ തന്നെയാണ്. ദൂരത്ത് നോക്കുമ്പോൾ വെള്ളം ഉണ്ടെന്ന് തോന്നും, പക്ഷേ അടുത്തെത്തുമ്പോൾ ഒന്നുമില്ല. പലരുടെയും ജീവിതം കൺമോഹത്തെയും ജഡമോഹത്തെയും ജീവനത്തിൻ്റെ പ്രതാപത്തെയും പിന്തുടർന്ന് അവസാനം എല്ലാം ശൂന്യമാണ് എന്ന് മനസ്സിലാക്കും. അതുകൊണ്ടാണ് ബൈബിൾ പഠിപ്പിക്കുന്ന ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. ഇന്ന് ഏറ്റവും ഉന്നതമെന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ നാളെ ഇല്ലാതാകും. അതുകൊണ്ട് ദൈവത്തെയും ദൈവത്തിൻ്റെ ഇഷ്ടത്തെയും തിരിച്ചറിയുക. ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കും. ദൈവമേ, അങ്ങയുടെ ഇഷ്ടം ചെയ്യുന്നവരായി എല്ലാവരും മാറുവാൻ കൃപ നൽകണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ ആമേൻ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനെ, നിന്നെ വിട്ടിട്ടടിയങ്ങളെങ്ങു പോയി വസിക്കും, നിന്നെ വിട്ടിട്ടടിയങ്ങളെങ്ങു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ.